ഫ്രണ്ട്സ്, പുതിയൊരു റെസിപ്പിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പഴവും മുട്ടയും ഉണ്ടെങ്കിൽ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് ഇന്ന് കാണിക്കുന്നത്. മലബാർ സൈഡിലോട്ടുള്ള കായ്പോളയാണ് ഇന്നത്തെ റെസിപ്പി. അപ്പോൾ എങ്ങനെയാണ് ഇത് തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. അതിനു വേണ്ടി 2 ഏത്തപ്പഴം എടുത്തിട്ടുണ്ട്, 2 മുട്ടയും. വലിയ ഏത്തപ്പഴമാണെങ്കിൽ ഒരെണ്ണം മതിയാകും. ഇത് മീഡിയം സൈസിലുള്ളതാണ്. ഇതേപോലെ ചെറിയ കഷ്ണങ്ങളായി കട്ട് ചെയ്തെടുക്കാം. അടുത്തതായി മുട്ട മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. ഇതേപോലെ മുട്ട നന്നായിട്ട് പതഞ്ഞു വരണം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടി ചേർത്ത് ഒന്നുകൂടി അടിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ഏലക്ക പൊടിച്ചത് കൂടി ചേർക്കുന്നുണ്ട്. അപ്പോൾ നല്ലൊരു ഫ്ലേവർ കിട്ടും. ഏലക്കയും പഞ്ചസാരയും കൂടി ചേർത്ത് പൊടിച്ചതാണ് ചേർത്തിട്ടുള്ളത്. പാൻ ചൂടായി വരുമ്പോൾ അതിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് ഇട്ട് കൊടുക്കാം. നെയ്യ് ഒന്ന് മെൽറ്റായി വരുമ്പോൾ അതിലേക്ക് നമുക്ക് ഏത്തപ്പഴം ഇട്ട് നന്നായിട്ടൊന്ന് വരട്ടിയെടുക്കാം. ഈ സമയത്ത് 1 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കാം. പഞ്ചസാരയുടെ അളവ് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റം വരുത്താവുന്നതാണ്. ഇപ്പോൾ പഴത്തിൻ്റെ കളറൊക്കെ മാറി നല്ലതുപോലെ മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് ചെറുതായിട്ടൊന്ന് ഉടച്ചെടുക്കാം. അതിനുശേഷം ഇതൊന്ന് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. ഇനി കായ്പോള ഉണ്ടാക്കാനായി നല്ലൊരു സോസ് പാൻ വെച്ചിട്ടുണ്ട്. നല്ല കട്ടിയുള്ള ഒരു സോസ് പാൻ ആയിരിക്കണം. അതിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും ഇട്ട് അത് ആദ്യം ഒന്ന് വറുത്തെടുക്കാം. ഇതിന് പ്രത്യേകിച്ച് അളവൊന്നുമില്ല, നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കാം. നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇത് ഒരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി അടുത്തതായി മുട്ടയും പഴവും കൂടി മിക്സ് ചെയ്തെടുക്കാം. ഇതേപോലെ ഒരു സ്പാറ്റുല വെച്ചോ ഒരു തവി വെച്ചോ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അതിലേക്ക് 1/4 കപ്പ് പാല് കൂടി ചേർക്കുന്നുണ്ട്. അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കും. ഈ മിക്സ് സോസ് പാനിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കട്ടി കുറഞ്ഞ പാനാണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ അതിൻ്റെ താഴെ ദോശക്കല്ലോ അല്ലെങ്കിൽ എന്തെങ്കിലും പാത്രം വെച്ചതിന് ശേഷം അതിൻ്റെ മുകളിൽ വേണം ഇത് വെക്കാൻ, ഇല്ലെങ്കിൽ ഇത് പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും. ഇനി നമ്മൾ റെഡിയാക്കി വെച്ചേക്കുന്ന അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും കൂടി ഇതേപോലെ ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഇത് അടച്ചു വെച്ച് കുക്ക് ചെയ്തെടുക്കാം. ലോ ഫ്ലെയിമിലിട്ട് വേണം ഇത് കുക്ക് ചെയ്തെടുക്കാൻ. ഇപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇത് എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഒരു ടൂത്ത് പിക്ക് വെച്ച് കുത്തി നോക്കുമ്പോൾ അറിയാൻ പറ്റും. കുറച്ചുകൂടി ഒന്ന് കുക്കാവാനുണ്ട്. ഒരു 5 മിനിറ്റ് കൂടി അടച്ചു വെച്ച് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ കായ്പോള റെഡി ആയിട്ടുണ്ട്. മൊത്തം 15 മിനിറ്റ് എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ സൈഡുകളൊക്കെ ഇതേപോലെ ഒന്ന് ഇളക്കിയതിന് ശേഷം ഇത് നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഒരു പ്ലേറ്റ് എടുത്ത് ഇതേപോലെ വെച്ചതിന് ശേഷം ഇതേപോലെ ചെയ്തെടുക്കണം. ഇനി വേറൊരു പ്ലേറ്റ് എടുത്ത് ഇതൊന്നുകൂടി ഒന്ന് തിരിച്ചെടുക്കാം. ഇതേപോലെ വെച്ചതിന് ശേഷം ഒന്ന് തിരിച്ചെടുത്താൽ മതി. നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. നല്ല ടേസ്റ്റിയുമാണ്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. നോമ്പ് തുറക്കുന്ന സമയത്ത് ഉണ്ടാക്കാൻ പറ്റിയ ഹെൽത്തി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം. പുതിയൊരു റെസിപ്പിയുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്